ഹായ് ഹലോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ നമ്മൾ 3ാം ക്ലാസ്സിലെ ഇംഗ്ലീഷ് ഓണം എക്സാമുമായി ബന്ധപ്പെട്ടിട്ടുള്ള ആക്ടിവിറ്റീസും അതിന് വരുന്ന ക്വസ്റ്റ്യൻ ആൻസേഴ്സ് ഡിസ്കസ് ചെയ്യാനാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും നന്നായിട്ട് പഠിച്ചോ? എല്ലാവരും നന്നായിട്ട് പഠിക്കുക. അപ്പോൾ നമുക്ക് നേരെ ക്വസ്റ്റ്യൻ ആൻസേഴ്സ് ഒന്ന് ഡിസ്കസ് ചെയ്യാം. ആക്ടിവിറ്റി 1 റീഡിംഗ് കോംപ്രഹെൻഷൻ അല്ലേ. റീഡ് ദ സ്റ്റോറി ഗിവൺ ബിലോ ആൻഡ് ആൻസർ ദ ഫോളോയിങ് ക്വസ്റ്റ്യൻസ് അല്ലേ. സ്റ്റോറി തന്നിട്ടുണ്ട്, എന്നിട്ട് കുറച്ച് ക്വസ്റ്റ്യൻസും തന്നിട്ടുണ്ട്. അതിന് ആൻസർ എഴുതാനാണ് നിങ്ങളോട് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നമുക്ക് സ്റ്റോറി നോക്കാം. ദ മെൻ ആർ കമ്മിങ് അഗെയിൻ ടു ഡംപ് മോർ പ്ലാസ്റ്റിക് വേസ്റ്റ് ഇൻ ദ സീ അല്ലേ. ഇത് നമ്മൾ മെർമെയ്ഡിൻ്റെ പാഠത്തിൽ പഠിച്ച പാരഗ്രാഫാണ് അല്ലേ. മനുഷ്യന്മാർ വന്നു എങ്ങോട്ട്? സീയിലേക്ക്, കടലിലേക്ക് വീണ്ടും പ്ലാസ്റ്റിക് വേസ്റ്റ് ഇടാൻ വേണ്ടിയിട്ട് വീണ്ടും ആളുകൾ വന്നിട്ടുണ്ട്. എക്സ്ക്ലൈമഡ് ദ ഡോൾഫിൻ പറഞ്ഞു. ഓൾ ബിക്കം ആംഗ്രി. അത് കേട്ടപ്പോൾ എല്ലാവർക്കും ദേഷ്യം വന്നു. മെനി ഓഫ് അവർ ഫ്രണ്ട്സ് ഡൈഡ്. ഒരുപാട് എൻ്റെ കൂട്ടുകാർ മരിച്ചു പോവും. ഈറ്റിംഗ് പ്ലാസ്റ്റിക് വേസ്റ്റ്. എങ്ങനെ? പ്ലാസ്റ്റിക് വേസ്റ്റ് കഴിച്ചിട്ട് എൻ്റെ ഒരുപാട് കൂട്ടുകാർ മരിച്ചു പോവും. ദ ഷാർക്ക് ഗ്രൗണ്ട് ഹിസ് ടീത്ത്. ഷാർക്ക് എന്ത് ചെയ്ത് പല്ലിങ്ങനെ എളിച്ചു കൊണ്ട് പറയാണ്, വി ഷുഡ് സ്റ്റോപ്പ് ദം. നമുക്ക് എന്തായാലും അത് സ്റ്റോപ്പ് ചെയ്യണം. ദേ സൈഡ് ടുഗദർ. എല്ലാവരും ഒച്ചത്തിൽ ഒരുമിച്ച് പറഞ്ഞു. ഡോണ്ട് വെറി ഫ്രണ്ട്സ് സൈഡ് ദ ബ്ലൂ വെയിൽ പറയാണ്, വിഷമിക്കേണ്ട സുഹൃത്തുക്കളെ, ഐ ആം ദ ബിഗ്ഗസ്റ്റ് ആനിമൽ ഇൻ ദ വേൾഡ്. ബ്ലൂ വെയിൽ പറയാണ്, നിങ്ങൾ പേടിക്കണ്ട, ഞാനാണ് ഏറ്റവും വലിയ ആനിമല്, ഈ വേൾഡിലെ ഏറ്റവും ബിഗ്ഗസ്റ്റ് ആനിമൽ ഞാനാണ്. ഐ വിൽ ഡ്രൈവ് ദം എവേ. ഞാൻ അവരെ തിരിച്ചോടിച്ചോളാം. ദ ബ്ലൂ വെയിൽ ടുക്ക് എ സ്വിഫ്റ്റ് ടേൺ ആൻഡ് സ്വിഷ്ഡ്. അങ്ങനെ പറഞ്ഞുകൊണ്ട് ബ്ലൂ വെയിൽ തിരിച്ച് സ്വിഫ്റ്റ് പറഞ്ഞാൽ തിരിച്ച് പോയി അല്ലേ. ദ ഷാർക്ക് ഫോളോഡ് ഹർ. ഷാർക്കും അവളെ ഫോളോ ചെയ്തു. ഇനി നമുക്ക് ക്വസ്റ്റ്യൻസ് എന്താ നോക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട്, മെനി ഓഫ് അവർ ഫ്രണ്ട്സ് ഡൈഡ് ഈറ്റിംഗ് പ്ലാസ്റ്റിക് വേസ്റ്റ് അല്ലേ. ഒരാൾ പറയുന്നുണ്ട്, ഒരുപാട് എൻ്റെ സുഹൃത്തുക്കൾ പ്ലാസ്റ്റിക് തിന്ന് മരിച്ചു പോകുന്ന ആരോ ഇതിലൊരാൾ പറയുന്നുണ്ട്. ആരാണത് പറഞ്ഞിരിക്കണേ എന്നാണ് നിങ്ങളോട് ചോദിക്കുന്നത്. കണ്ടില്ലേ, ഹൂ സെഡ് ദിസ്? ആരാണത് പറഞ്ഞത്? ആരാണ് മക്കളെ അത് പറഞ്ഞിട്ടുണ്ടാവുക? എൻ്റെ കൂട്ടുകാരൊക്കെ പ്ലാസ്റ്റിക് കഴിച്ച് മരിച്ചു പോകുന്ന ആരാണ്? ഷാർക്കാണ് പറഞ്ഞിട്ടുള്ളത് അല്ലേ. ഹൂ ഈസ് ദ ബിഗ്ഗസ്റ്റ് ആനിമൽ ഇൻ ദ വേൾഡ്? ആരാണ്? ബ്ലൂ വെയിലാണല്ലേ. തേർഡ് ക്വസ്റ്റ്യൻ, വാട്ട് വുഡ് ദ ബ്ലൂ വെയിൽ ഡു? എന്താണ് ബ്ലൂ വെയിൽ ചെയ്തത്? ഡ്രൈവ് ദം എവേ. അവരെ ദൂരേക്ക് പറഞ്ഞയച്ചു. ആക്ടിവിറ്റി 2 നോക്കാം. കോൺവെർസേഷൻ ആണ്. ഗോൾഡ് ഫിഷ് ആൻഡ് ഹിസ് ഫ്രണ്ട്സ് റീച്ച്ഡ് ദ പാലസ്. റൈറ്റ് എ കോൺവെർസേഷൻ ബിറ്റ്വീൻ മെർമെയ്ഡ് ആൻഡ് ഗോൾഡ് ഫിഷ് അല്ലേ. ഗോൾഡ് ഫിഷിൻ്റെ ബർത്ത്ഡേക്ക് ഫ്രണ്ട്സൊക്കെ വന്നിട്ടുണ്ടല്ലേ പാലസിലേക്ക്. അപ്പോൾ മെർമെയ്ഡും ഗോൾഡ് ഫിഷും തമ്മിലുള്ള ഒരു കോൺവെർസേഷൻ, സംഭാഷണം എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. ഗോൾഡ് ഫിഷ് ആദ്യം എന്ത് പറഞ്ഞു? ഹാപ്പി ബർത്ത്ഡേ പ്രിൻസസ് ജൂലിയ. മെർമെയ്ഡ് എന്ത് പറഞ്ഞു? താങ്ക് യു ഗോൾഡ് ഫിഷ്, യു ലുക്ക് വെരി ബ്യൂട്ടിഫുൾ. ഗോൾഡ് ഫിഷ് പറഞ്ഞു, താങ്ക് യു പ്രിൻസസ്, ബട്ട് യു ലുക്ക് ക്യൂട്ട് ഇൻ ദ ഡയമണ്ട് ക്രൗൺ. മെർമെയ്ഡ്, താങ്ക് യു ഫോർ യുവർ കമൻറ്റ്. ഗോൾഡ് ഫിഷ് എന്താ പറഞ്ഞത്? ഹിയർ ഈസ് എ ഗിഫ്റ്റ് ഫോർ യു, എ പേൾ നെക്ലേസ്. മെർമെയ്ഡ്, ഓസം, ഐ ലൈക്ക് ഇറ്റ്, താങ്ക് യു സോ മച്ച്. ഗോൾഡ് ഫിഷ്, യു ആർ വെൽക്കം. എന്തൊക്കെയാണ് പറയുന്നത്? ആദ്യം ഗോൾഡ് ഫിഷ് ബർത്ത്ഡേ വിഷ് ചെയ്യുന്നുണ്ട് അല്ലേ. അതിന് മെർമെയ്ഡ് താങ്ക് യു പറഞ്ഞിട്ട് ഗോൾഡ് ഫിഷിനോട് പറയാം, നിന്നെ കാണാൻ നല്ല ഭംഗിയുണ്ടെന്ന്. അപ്പോൾ ഗോൾഡ് ഫിഷ് എന്ത് പറയുന്നു? നീ ഈ ഡയമണ്ട് കിരീടം വെച്ചിട്ട് നല്ല ഭംഗിയുണ്ടെന്ന് പറയുന്നുണ്ട്. അപ്പോൾ മെർമെയ്ഡ് പറയാം, താങ്ക് യു യുവർ കമൻറ്റ് എന്നല്ലേ. അങ്ങനെ ഗോൾഡ് ഫിഷ് ഒരു പേളിൻ്റെ നെക്ലേസ് ഗിഫ്റ്റായി കൊടുക്കുകയാണ്. അത് കണ്ട് മെർമെയ്ഡ് ഓസം എന്ന് പറഞ്ഞ് നന്ദി പറയുകയാണ്. അങ്ങനെ ഒരു കോൺവെർസേഷനാണ് ഇവിടെ തയ്യാറാക്കിയിട്ടുള്ളത്. ഇനി അടുത്ത ആക്ടിവിറ്റി എന്തായിരിക്കുമെന്ന് നോക്കാം. ആക്ടിവിറ്റി 3 പോസ്റ്ററാണ് കേട്ടോ. നിങ്ങൾ പോസ്റ്ററൊക്കെ കണ്ടിട്ടുണ്ടാവില്ലേ. മേക്ക് എ പോസ്റ്റർ എഗെയിൻസ്റ്റ് പ്ലാസ്റ്റിക് പൊല്യൂഷൻ അല്ലേ. നമ്മളിതിൽ പ്ലാസ്റ്റിക് പൊല്യൂഷനെ കുറിച്ച് പഠിച്ചു അല്ലേ. അപ്പോൾ പ്ലാസ്റ്റിക് പൊല്യൂഷനെ എഗെയിൻസ്റ്റ് ആയിട്ട് ഒരു പോസ്റ്റർ തയ്യാറാക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. നിങ്ങൾ യാത്ര ചെയ്യുമ്പോഴും അല്ലെങ്കിൽ വണ്ടിയിൽ പോകുമ്പോഴൊക്കെ നിങ്ങൾ ഓരോ ചുമരിലൊക്കെ പല പോസ്റ്ററും നിങ്ങൾ കണ്ടിട്ടില്ലേ. നിങ്ങൾ പെട്ടെന്ന് പോസ്റ്റർ ആകർഷിക്കാൻ കാരണം എന്താണ്? പോസ്റ്ററിൻ്റെ ഭംഗിയാണ് അല്ലേ. അപ്പോൾ അത്രയും മനോഹരമായിട്ടായിരിക്കണം നമ്മൾ പോസ്റ്റർ തയ്യാറാക്കേണ്ടത്. ഇവിടെ നമുക്ക് നല്ല കളറും നല്ല തോട്ട്സൊക്കെ കൊടുത്തിട്ട് നല്ലൊരു പോസ്റ്റർ തയ്യാറാക്കാൻ വേണ്ടി നിങ്ങൾ പഠിക്കണം. ഇവിടെ ഒരു എക്സാമ്പിൾ, സേ നോ പ്ലാസ്റ്റിക്
ഹെൽപ്പ് മീ എന്ന് പറഞ്ഞിട്ടൊരു പിക്ചർ കൊടുത്തിട്ടുണ്ടോ. ഇതേപോലെ നല്ല ഭംഗിയിൽ വേണം നിങ്ങൾ പോസ്റ്റർ തയ്യാറാക്കാൻ. അപ്പോൾ പോസ്റ്റർ തയ്യാറാക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്? നല്ലൊരു തോട്ട് അല്ലേ, എന്തെങ്കിലും ഒരു വേർഡ്സ് വേണം, നല്ല ഭംഗിയിൽ ഒരാളെ അട്രാക്ഷൻ ചെയ്യുന്ന രീതിയിലായിരിക്കണം. അതൊക്കെ ശ്രദ്ധിച്ച് നിങ്ങൾ പോസ്റ്റർ തയ്യാറാക്കുക കേട്ടോ. അപ്പോൾ ഇത്രയും ചെറിയ ക്വസ്റ്റ്യൻസാണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. ഇതൊക്കെ എക്സാമിന് വരുന്നുള്ളത് ഉറപ്പാണ്. അപ്പോൾ നന്നായിട്ട് പഠിക്കുക. എല്ലാവർക്കും ഓൾ ദ ബെസ്റ്റ്. വീഡിയോ ലൈക്കും ഷെയറും കമൻറ്റും സബ്സ്ക്രൈബും ചെയ്യാൻ മറക്കരുത്.